നഷ്ടക്കണക്ക് മാത്രം പറയുന്ന കോഴായിലെ ജില്ലാ കൃഷിത്തോട്ടത്തെ അല്പമൊന്ന് പിടിച്ചു നിർത്തുന്ന സാമ്പത്തിക വരുമാനത്തിന്റെ പ്രധാന സ്രോതസ്സായ ജാതിമരങ്ങളിൽ ഒന്നാണിത്. ഇവിടുത്തെ അധികൃതരുടെ കെടുകാര്യസ്ഥതയും ദീർഘവീക്ഷണമില്ലായ്മയും കാണണമെങ്കിൽ ഈ ജാതിമരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ നോക്കിക്കണ്ടാൽ മാത്രം മതിയാവും. വേനൽ ചൂട് കടുക്കും മുമ്പേ തന്നെ ഈ ജാതിമരം പൂർണ്ണമായും ഉണങ്ങി നശിച്ച സാഹചര്യമാണുള്ളത്. ഉണങ്ങി നശിച്ച ഈ മരങ്ങൾക്ക് തൊട്ടടുത്തു തന്നെ ആവശ്യത്തിലധികം വെള്ളമുള്ള കുളമുണ്ടെങ്കിലും ഒന്ന് പമ്പ് ചെയ്ത് നനയ്ക്കാൻ പോലും അധികൃതർ നിർദ്ദേശം നൽകുകയോ ബന്ധപ്പെട്ടവർ അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കെടുകാര്യസ്ഥതയുടെ നേരുദാഹരണമായി ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്നത്. കസേരയിലിരുന്ന് ഭരണം നടത്തുന്ന ഉദ്യോഗസ്ഥരിൽ പലർക്കും ഇത്തരത്തിൽ ജാതിമരങ്ങൾ നശിച്ചതിനെക്കുറിച്ച് പോലും നേരിട്ട് ചോദിച്ചപ്പോൾ അറിയില്ല എന്നുള്ള വലിയ ഉത്തരമാണ് ലഭിച്ചത്. 100 ഏക്കറോളം വരുന്ന ഫാമിന്റെ കെടുകാര്യസ്ഥതയുടെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ കാണുന്നത്. വർഷങ്ങളോളം ആയുസ്സുള്ള ഈ മരം ഫാമിന് നൽകാവുന്ന വലിയ സാമ്പത്തിക ആഗമന മാർഗം അധികൃതർ വേണ്ട എന്ന് വെച്ചതുകൊണ്ടല്ല ഇത്തരത്തിലുള്ള വലിയ ഒരു നാശത്തിലേക്ക് ഈ മരങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുളത്തിൽ ആവശ്യത്തിന് വെള്ളമുണ്ട് എന്നുള്ളതിന് വലിയൊരു തെളിവാണ് ഈ കാണുന്ന കാഴ്ച. കുളത്തിന് സമീപത്ത് കെട്ടിട നിർമ്മാണം നടത്തുന്ന കരാറുകാരൻ കുളത്തിൽ നിന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വെള്ളം മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. എന്നാൽ തൊട്ടടുത്തുള്ള ഈ മോട്ടോർ പുരയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് നനയ്ക്കുവാൻ അധികൃതർ തയ്യാറായിരുന്നുവെങ്കിൽ ഈ ജാതിമരങ്ങൾ നശിക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അധികൃതരുടെ അനാസ്ഥയ്ക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ തദ്ദേശീയരായ ഒട്ടേറെ പേർ പ്രതിഷേധവുമായി രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഉണങ്ങിയ മരങ്ങൾ എവിടെയെന്ന മറുചോദ്യം ചോദിക്കുന്ന ഉദ്യോഗസ്ഥ പ്രമുഖർ തന്നെ അവരുടെ അനാസ്ഥ വാക്കുകളിൽ തന്നെ പങ്കുവെക്കുകയാണ്. ആവശ്യത്തിന് കുളങ്ങളും ജലസ്രോതസ്സും ഉണ്ടായിട്ടും നടപടി സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉദ്യോഗസ്ഥർ തന്നെ വരുത്തിവെച്ചതിലൂടെ ഈ ഫാം നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് കൂപ്പുകുത്തുന്നു എന്നതിനപ്പുറം നഷ്ടക്കണക്ക് വീണ്ടും വളരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സയൻസ് സിറ്റിക്കായി നൽകിയ സ്ഥലത്താണ് മരങ്ങൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് കൈയൊഴിയാനുള്ള വിപുല ശ്രമവും ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, അധികൃതരുടെ അനാസ്ഥയും കെടുകാര്യസ്ഥതയുമാണ് വലിയ വരുമാനത്തിന് വഴിതെളിക്കാമായിരുന്ന ഈ മരങ്ങളെ നാശത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. കോട്ടയത്തെ ജില്ലാ കൃഷിത്തോട്ടം കോഴ ഫാമിൽ ജലസേചന സൗകര്യം കുറവാണെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം. അപ്പോൾ അതിലേക്ക് നമ്മൾ ജലസേചന പ്രോജക്റ്റുകളായിട്ട് 2 എണ്ണമാണ് നമ്മൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ്. അത് 2 കുഴൽക്കിണറുകളും പമ്പും മോട്ടറും സ്ഥാപിക്കുന്നതിനുള്ള ഒരു പ്രോജക്റ്റ് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടുകൂടി ചെയ്യാനുള്ള സാങ്ഷനായിട്ടുണ്ട്. അതിന് നടത്തിയെടുക്കണം എന്നുള്ളതാണ്. പിന്നെ രണ്ടാമതൊരു പ്രോജക്റ്റ് കൊടുത്തിരിക്കുന്നത് മഴവെള്ളം സംഭരിച്ചുകൊണ്ടുള്ള ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ ഏകദേശം 1.5 കോടിയുടെ ഒരു പദ്ധതി തയ്യാറാക്കി RIDF-ൻ്റെ ഫണ്ട് ലഭിക്കുന്നതിനായിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ വേനൽ ഇങ്ങനെ തുടർന്നാൽ ജലസേചനം നമുക്ക് കുറവുള്ളതുകൊണ്ട് പല കൃഷികളെയും അത് പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്.